ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ തയ്യാറാക്കി നോക്കിട്ടോ. ഇതാവുമ്പോൾ കറീൻ്റെ ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 5-6 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അരിഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് പൊടിക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പൊടിക്കും അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു കവർ വെച്ചിട്ടാട്ടോ പരത്തിയെടുക്കുന്നത്. ഇതാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഈസിയായി തോന്നുന്നു അതുപോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കവറിൽ വെച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കവറിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊരിച്ചത്തിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയൊന്നും വേണ്ട കേട്ടോ, കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ്. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.